ഒരു 20-30% വരെ നമുക്ക് ഡ്രഗ്സിൻ്റെ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഈ ക്രൈംസിൻ്റെ അത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഡ്രഗ്സ് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം കുറേ ഉണ്ട്. ഡ്രഗ്സ് ഒരു വലിയ പ്രോബ്ലമായിട്ട് തന്നെ ഇപ്പോൾ യൂത്തിൻ്റെ ഇടയ്ക്ക് മാറിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലായിട്ട് കേരള പോലീസ് ഒരു വിപുലമായിട്ട് ഡി ഹണ്ട് ക്യാമ്പയിന് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഡി ഹണ്ടിൻ്റെ അകത്ത് ആദ്യത്തെ 3 സ്റ്റെപ്പാണുള്ളത്. ഇന്നത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള നമുക്ക് റീറ്റെയിൽ സെല്ലേഴ്സ് ഉണ്ട്, ചെറിയ സെല്ലേഴ്സ് നമുക്ക് സ്കൂളിൻ്റെയും കോളേജിൻ്റെ അടുത്തൊക്കെ സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ ഹോൾസെയിലേഴ്സ് ഉണ്ട്, സ്റ്റേറ്റിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ സപ്ലൈ ചെയ്യുന്ന വലുത്. അതല്ലാതെ അന്യസംസ്ഥാനങ്ങൾ, നമ്മുടെ കേരളത്തിൽ ഇവിടെ ഡ്രഗ്സ് ഒന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല. നമ്മുടെ ഗഞ്ചാവായാലും MDMA ആയാലും സിന്തറ്റിക് ഡ്രഗ് ആയാലും എല്ലാം വെളിയിൽ നിന്നാണ് വരുന്നുണ്ട്. ഗഞ്ചാവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറീസ, തെലങ്കാന, വെസ്റ്റ് ബംഗാൾ, ഒറീസ ആ ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നത്. അതല്ലാതെ MDMA ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ, ഗോവ ആ സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ സോഴ്സ് ലെവലിൽ തന്നെ കുറച്ച് നടപടി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഡി ഹണ്ടിൻ്റെ അകത്ത് നമ്മൾ ചെയ്തേക്കുന്ന വളരെ വൈഡ് സ്പ്രെഡായിട്ട് ഈ റീറ്റെയിലും ഹോൾസെയിൽ സെല്ലേഴ്സിനെ അറസ്റ്റ് ചെയ്യാനും അവരുടെ കയ്യിൽ നിന്ന് ഇത് സീസ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കാനുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10-12 ദിവസത്തിൽ തന്നെ 3700 കേസ് നമ്മൾ ഡ്രഗ്സിൻ്റെ അകത്ത് NDPSൻ്റെ അകത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ നമ്മുടെ അന്യസംസ്ഥാനങ്ങളിലുള്ള സോഴ്സസ് ടാപ്പ് ചെയ്യാൻ ഞങ്ങൾ ഈയിടെ ഒരു 2 ആഴ്ച മുമ്പേ ബഹുമാനപ്പെട്ട DGPൻ്റെ നേതൃത്വത്തിൽ ഒരു സൗത്ത് സോൺ DGPസിൻ്റെ ഒരു മീറ്റിംഗ് വിളിക്കുകയുണ്ടായി. അതിനകത്ത് ഈ ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കുറച്ചുകൂടി കൂട്ടാനും ഇവിടുത്തെ സപ്ലയേഴ്സ് ആ സ്റ്റേറ്റിലുണ്ടെങ്കിൽ അവിടെ നിന്ന് നടപടി എടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് അതിൻ്റെ ഒരു പ്ലാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഏതുപോലെ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കർണാടക, ഒറീസേൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് തന്നെ ഈ സോഴ്സ് നടപടി എടുക്കാനുള്ള കാര്യങ്ങൾ നമ്മളിപ്പം ഡേ ടു ഡേ കോർഡിനേഷൻ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ സോഴ്സ് തന്നെ നമുക്കത് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഡി ഹണ്ടിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ PIT NDPS ഉണ്ട്. PIT NDPS എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. നമ്മുടെ സ്ഥിരം ചെയ്യുന്ന ഡ്രഗ്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാരെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന അതും വളരെ ശക്തിപ്പെടുത്തിയിട്ട് നമ്മൾ മുമ്പിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതല്ലാതെ ഇതിൻ്റെ കൺവിക്ഷൻ റേറ്റ്, നമ്മളിപ്പം കേസ് പിടിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ അതല്ലാതെ കൺവിക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇതൊരു റിപ്പീറ്റഡ് ഒഫൻഡേഴ്സായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കൺവിക്ഷൻ റേറ്റ് കൂട്ടാനുള്ള ഒരു സ്പെഷ്യൽ പ്രോസിക്യൂഷൻ ടീം വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ കറക്റ്റ് പ്രോസിക്യൂട്ട് ചെയ്ത് ഇത് കൺവിക്റ്റ് ചെയ്യാനുള്ള നടപടിയായിട്ടും പോലീസ് മുമ്പിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡി ഹണ്ടിൻ്റെ അകത്ത് സപ്ലൈ സൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ ഡിമാൻഡ് സൈഡിലും ഉണ്ട്. ഡിമാൻഡ് സൈഡിൽ നമ്മുടെ വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും പബ്ലിക്കും NGOസും എല്ലാവരും കൂടിയിട്ട് ആ ഒരു അവയർനെസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ വൺ ഇന്ത്യ തന്നെ ഒരു വളരെ നല്ല വീഡിയോ ആൻറ്റി ഡ്രഗ് അവയർനെസ് ക്യാമ്പയിനായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ അവയർനെസ് ക്യാമ്പയിൻസ് പോലീസിൻ്റെ ജനമൈത്രി പദ്ധതിൻ്റെ അകത്തും സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റിൻ്റെ പദ്ധതിക്കകത്തും സ്റ്റുഡൻറ്റ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്. കോളേജിൻ്റെ അകത്ത് സേഫ് ക്യാമ്പസ്, ഫ്രീ ക്യാമ്പസിൻ്റെ അകത്ത് പദ്ധതിയുണ്ട്. അപ്പോൾ അതിനകത്തും കുറേ അവയർനെസ് ക്യാമ്പയിനും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം പോലീസ് ഈ ഡി ഹണ്ടിൻ്റെ അകത്ത് സപ്ലൈ സൈഡും ഡിമാൻഡ് സൈഡും രണ്ടും കാര്യമായിട്ട് നോക്കിയിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ട്.